നമസ്കാരം. മഹാകുംഭമേളയ്ക്കിടെ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ താരമാണ് മൊണാലിസ ബോസ്ലെ. ഇപ്പോൾ മൊണാലിസ ബോസ്ലെയാണ് സമൂഹമാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. മധ്യപ്രദേശ് സ്വദേശിനിയാണ് മൊണാലിസ. സോഷ്യൽ മീഡിയ താരമായതോടെ മൊണാലിസയ്ക്ക് സിനിമകളിൽ നിന്നും അവസരങ്ങൾ വന്നിരുന്നു. ഉദ്ഘാടനങ്ങൾക്കും മറ്റുമായി മൊണാലിസ ബോസ്ലെ നേരത്തെയും കേരളത്തിലെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയതും മൊണാലിസ വിവാഹിതയായതുമെല്ലാം തന്നെ ചർച്ചാ വിഷയമായിരുന്നു. മൊണാലിസ ബോസ്ലെ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വിഴിഞ്ഞം പൂവാറിൽ വെച്ച് നടന്നിരുന്നു. ഈ ചിത്രത്തിലെ നായകനാണ് ഫർമാനെയാണ് താരം വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇരുവരും പ്രണയത്തിലാണെന്ന വിവരം മൊണാലിസയുടെ പിതാവ് അറിഞ്ഞതോടെ പ്രശ്നമാവുകയായിരുന്നു. അച്ഛൻ നിർബന്ധിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നെന്നും മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നുവെന്നുമായിരുന്നു മൊണാലിസ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി. കുംഭമേളയിൽ മാല വിൽക്കാനെത്തിയ വശ്യസുന്ദരമായ കണ്ണുകളുള്ള ഉത്തരേന്ത്യക്കാരി വളരെ പെട്ടെന്നാണ് ഇന്ത്യക്കാരുടെ ഹൃദയം കവരുന്നത്. ഒരു ബോളിവുഡ് നടിയെ അനുസ്മരിപ്പിക്കുന്ന സൗന്ദര്യമുള്ള മൊണാലിസ ബോസ്ലെ സമൂഹമാധ്യമങ്ങളിൽ തരംഗമായത് വളരെ പെട്ടെന്നായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു ഉദ്ഘാടന ചടങ്ങിനായി കേരളത്തിലെത്തി വലിയ തരംഗം സൃഷ്ടിച്ചതും ആരും മറക്കാനിടയില്ല. അന്ന് സിനിമയിലും മോഡലിംഗിലും ഉൾപ്പെടെ മൊണാലിസയ്ക്ക് വലിയ ഭാവിയുണ്ടെന്ന് പലരും പ്രവചിക്കുകയും ചെയ്തു. എന്നാൽ ഒരു സിനിമാ കഥ പോലെയുള്ള ട്വിസ്റ്റിനാണ് കേരളം ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. ഫർമാൻ ഖാൻ എന്ന മുസ്ലിം യുവാവുമായി പ്രണയത്തിലായിരുന്ന മൊണാലിസ മാതാപിതാക്കളിൽ നിന്ന് കടുത്ത എതിർപ്പാണ് നേരിട്ടിരുന്നത്. നാഗമ്മ എന്ന മലയാള സിനിമയുടെ ചിത്രീകരണത്തിനായി കേരളത്തിലെത്തിയ മൊണാലിസ തന്റെ വിവാഹം നടത്തിത്തരണമെന്ന് ആവശ്യപ്പെട്ട് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചു. വിവാഹത്തിന് മുന്നോടിയായി വലിയ നാടകീയ സംഭവങ്ങളാണ് തലസ്ഥാന നഗരിയിൽ അരങ്ങേറിയത്. മകളുടെ പ്രണയബന്ധത്തെ ശക്തമായി എതിർത്ത പിതാവ് ജയ്സിംഗ് ബോസ്ലെ മൊണാലിസയെ ബലം പ്രയോഗിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതോടെ പോലീസ് ഇടപെട്ടു. താൻ പ്രായപൂർത്തിയായ വ്യക്തിയാണെന്നും ഫർമാനെ വിവാഹം കഴിക്കാനാണ് താല്പര്യമെന്നും മൊണാലിസ ഉറപ്പിച്ചു പറഞ്ഞതോടെ പോലീസ് അവർക്ക് സംരക്ഷണം ഉറപ്പാക്കി. മകളുടെ തീരുമാനത്തിന് മുന്നിൽ പിതാവിന് ഒടുവിൽ പിൻവാങ്ങേണ്ടി വന്നു. തുടർന്ന് പോലീസിന്റെയും CPM പാർട്ടി നേതാക്കളുടെയും സർക്കാരിന്റെയും സഹായത്തോടെ വലിയ ആഘോഷമായി വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു. മൊണാലിസ ചുവന്ന സാരിയിൽ സിന്ദൂരമണിഞ്ഞ് സുന്ദരിയായപ്പോൾ വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച് കേരളീയ വേഷത്തിലായിരുന്നു ഫർമാൻ ഖാൻ എത്തിയത്. തിരുവനന്തപുരത്തെ പൂവാറിനടുത്തുള്ള അരുമാനൂർ ശ്രീ നൈനാർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഫർമാൻ ഖാൻ മൊണാലിസയ്ക്ക് താലി ചാർത്തിയത്. വീട്ടുകാരുടെ കടുത്ത എതിർപ്പിനെ അവഗണിച്ചും പോലീസ് സംരക്ഷണയിലുമായിരുന്നു ഈ പ്രണയ സാഫല്യം. രണ്ടുപേരും ഇതര സംസ്ഥാനക്കാരാണെങ്കിലും കേരളം സ്വന്തം മകളെ പോലെ അവരെ സ്വീകരിച്ചു. എന്നാൽ ഈ വിവാഹത്തിന് പിന്നാലെ കടുത്ത സൈബർ ആക്രമണത്തിനാണ് ഫർമാൻ ഖാനും മൊണാലിസയും ഇരയായത്. ചിലർ ഈ വിവാഹത്തിന് വർഗീയ നിറം നൽകാൻ ശ്രമിച്ചപ്പോൾ മൊണാലിസയ്ക്ക് കുറഞ്ഞ വിവാഹപ്രായമായ 18 വയസ്സ് തികഞ്ഞിട്ടില്ലെന്ന് പലരും ചൂണ്ടിക്കാട്ടി. തനിക്ക് 18 വയസ്സ് തികഞ്ഞതായി മാധ്യമങ്ങൾക്ക് മുന്നിൽ മൊണാലിസയ്ക്ക് പറയേണ്ടി വന്നു. ആരാണ് ഫർമാൻ ഖാൻ എന്നും കൂടി ഇവിടെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിനിയായ മൊണാലിസ കേരളത്തിന് മുഴുവൻ പരിചിതമാണെങ്കിലും വരനായ ഫർമാൻ ഖാൻ ആരാണെന്ന് ഇന്റർനെറ്റിൽ പലരും തിരഞ്ഞു. ഉത്തർപ്രദേശിലെ ബാഗ്പത് ജില്ലയിൽ നിന്നുള്ള ഫർമാൻ മലയാളം, ഹിന്ദി, തമിഴ് സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുള്ള നടനും മോഡലുമാണ്. വിവാഹത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച മൊണാലിസ തങ്ങൾ 6 മാസമായി ഡേറ്റിംഗിലായിരുന്നുവെന്ന് വെളിപ്പെടുത്തി. ആദ്യം സോഷ്യൽ മീഡിയ വഴിയാണ് ബന്ധപ്പെട്ടത്. പി ബിനു വർഗീസ് സംവിധാനം ചെയ്ത നാഗമ്മ എന്ന മലയാള സിനിമയുടെ പൂജാ ചടങ്ങിനിടെയാണ് ഇവർ കണ്ടുമുട്ടിയത്. ചിത്രത്തിൽ ഫർമാൻ ഖാനാണ് വില്ലൻ വേഷം ചെയ്യുന്നത്. മൊണാലിസ ബോസ്ലെയാണ് നായിക. ഈ സിനിമയുടെ ചിത്രീകരണത്തിനായി കേരളത്തിലെത്തിയപ്പോഴാണ് ജീവിതത്തിലും ഒന്നിക്കാൻ തീരുമാനിച്ചത്. അഭിനയം, മോഡലിംഗ്, സോഷ്യൽ മീഡിയ പ്രൊമോഷനുകൾ എന്നിവയിലൂടെയാണ് ഫർമാൻ ഖാൻ വരുമാനം കണ്ടെത്തുന്നത്. ഇൻസ്റ്റാഗ്രാം കൊളാബറേഷനുകളിലൂടെ മാത്രം പ്രതിമാസം $2300 മുതൽ $3200 വരെ അദ്ദേഹം സമ്പാദിക്കുന്നുണ്ടാകാം എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റിയാൽ ഏകദേശം 1.25 ലക്ഷം മുതൽ 2.25 ലക്ഷം വരെ വരും. ഇതനുസരിച്ച് വർഷത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രം ഏകദേശം 23 ലക്ഷം മുതൽ 32 ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കുന്നുണ്ട്. മൊണാലിസയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ 93 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. നാഗമ്മ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊപ്പമാണ് മൊണാലിസയും ഫർമാനും പോലീസ് സ്റ്റേഷനിലെത്തിയത്. മതത്തിന് തങ്ങളുടെ ബന്ധത്തിൽ യാതൊരു സ്ഥാനവും ഇല്ലെന്ന് വിവാഹശേഷം മൊണാലിസ മാധ്യമങ്ങളോട് പറഞ്ഞു. ലവ് ജിഹാദ് ആരോപണങ്ങളെ ഇരുവരും തള്ളിക്കളഞ്ഞു. കേരളത്തിലെ സമാധാനപരമായ അന്തരീക്ഷവും ജനങ്ങളുടെ സ്നേഹവുമാണ് വിവാഹവേദിയായി ഈ നാടിനെ തെരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും നവദമ്പതികൾ വ്യക്തമാക്കി. മലയാള സിനിമയിൽ കൂടുതൽ സജീവമാക്കാനാണ് മൊണാലിസ ആഗ്രഹിക്കുന്നത്. അതേസമയം കല്യാണത്തിന് പിന്നാലെ വലിയൊരു വിവാദം ഉയർന്നു. സമൂഹ മാധ്യമങ്ങളിലാണ് മൊണാലിസയുടെ വിവാഹത്തെ ചൊല്ലിയുള്ള തർക്കം നടന്നത്. പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ചാണ് തർക്കം നടന്നത്. നിയമപരമായി മൊണാലിസയ്ക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായമായില്ലെന്ന് ഒരു വിഭാഗം വാദിച്ചു. കുംഭമേളയിലെ മാല വിൽക്കാനെത്തി കഴിഞ്ഞ വർഷമാണ് മൊണാലിസ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. അന്ന് പ്രചരിച്ച വാർത്തകളിൽ മൊണാലിസയ്ക്ക് 16 വയസ്സെന്നാണ് പ്രായം നൽകിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 17 വയസ്സ് മാത്രമാണ് മൊണാലിസയ്ക്ക് പ്രായം. എന്നാൽ പോലീസ് ഇക്കാര്യം നിഷേധിക്കുന്നു. പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായെന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് വിവാഹം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും മൊണാലിസയുടെ പ്രായം സംബന്ധിച്ച് വലിയ തർക്കമാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്നത്. അതിനിടെ ഈ വിവാഹത്തിന് വർഗീയ നിറം നൽകാനും നിരവധി പേർ ശ്രമിക്കുന്നുണ്ട്. പ്രായം സംബന്ധിച്ച തർക്കങ്ങൾക്ക് ദമ്പതികൾ തന്നെ മറുപടിയുമായി എത്തി. പ്രായം സംബന്ധിച്ച ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തോടായിരുന്നു ദമ്പതികളുടെ മറുപടി. ഫർമാന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മൊണാലിസയ്ക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് പല ന്യൂസുകളും കണ്ടു. അവർ കുട്ടിയാണെന്നൊക്കെ. അവൾക്ക് പ്രായപൂർത്തിയായി, 18+ ആണ്.
ജനന സർട്ടിഫിക്കറ്റിലും ആധാർ കാർഡിലും ഒക്കെ 18 വയസ്സ് കഴിഞ്ഞു, നിങ്ങൾ പരിശോധിച്ചോളൂ. അതേസമയം തന്നെ മൊണാലിസയുടെ വിവാഹം ക്ഷേത്രത്തിൽ നടത്തിയതിനെതിരെ BJP നേതാവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണനും രംഗത്തെത്തി. കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രത്തിൽ നിരീശ്വരവാദികൾക്ക് എന്ത് തോന്നിവാസവും കാട്ടാനുള്ള ഇടമാക്കി മാറ്റുകയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരെന്ന് ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇതുകൊണ്ടാണ് ലവ് ജിഹാദ് വളമൊരുക്കുന്ന ഇടമെന്ന് കേരളത്തെ വിളിക്കുന്നതെന്നും പോസ്റ്റിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഇതിൽ പ്രതികരിച്ച് ഈ ഒരു മൊണാലിസയുടെ വിവാഹത്തിൽ പ്രതികരിച്ച ആക്ടിവിസ്റ്റ് ശ്രീലക്ഷ്മി അറക്കലും ഫേസ്ബുക്കിൽ തന്റെ അഭിപ്രായം പങ്കുവച്ചു. മൊണാലിസയുടെ കല്യാണം എന്തുകൊണ്ട് ഇത്ര ചർച്ച ചെയ്യപ്പെടുന്നു? മൊണാലിസ കേവലം ഒരു സാധാരണ പെൺകുട്ടിയല്ല. മൊണാലിസ എന്ന പെൺകുട്ടി കുംഭമേളയിൽ മാല വിറ്റാണ് ശ്രദ്ധ നേടിയത്. കുംഭമേള എന്നത് സംഘികളുടെ ഒരു പൊളിറ്റിക്കൽ ടൂളാണ്. മൊണാലിസയുടെ കാര്യത്തിൽ ആരോ ഒരാൾ അവരുടെ ഫോട്ടോ പകർത്തുന്നു, പിന്നെ ഒറ്റ രാത്രി കൊണ്ട് ജീവിതം മാറി മറിഞ്ഞതുപോലെയായി. വിദ്യാഭ്യാസം ലഭിക്കാത്ത, ഫാമിലി ബാക്കപ്പ് ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സെലിബ്രിറ്റിയായി മാറുന്നു. നോർത്ത് ഇന്ത്യൻ മണ്ടന്മാർ പലരും കരുതിയിരുന്നത് ഇത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് എന്നാണ്. ഭഗവാന്റെ ആശീർവാദം കിട്ടിയ പെൺകുട്ടിയായിട്ടാണ് അവർ മൊണാലിസയെ പിന്നീട് കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം യുവാവിനെ പ്രണയിക്കാൻ തീരുമാനിച്ച മൊണാലിസയ്ക്ക് നിലവിലെ ഇന്ത്യയിൽ എന്തൊക്കെ നേരിടേണ്ടി വരുമെന്ന് എനിക്ക് ഊഹിക്കാൻ സാധിക്കും. അന്യമതസ്ഥരുമായി ഉള്ള പ്രേമത്തെ ലവ് ജിഹാദാക്കി മാറ്റി അതിനെ ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്ന നോർത്ത് ഇന്ത്യൻ സംസ്കാരത്തിൽ അവളെയും അവനെയും തല്ലിക്കൊല്ലാൻ വരെ ചാൻസ് ഉണ്ട്. അങ്ങനെ ക്രിട്ടിക്കലായ അവസ്ഥയിലാണ് അവർ കേരളത്തിൽ അഭയം പ്രാപിക്കുന്നത്. ഇവിടുത്തെ സർക്കാരിന്റെ പ്രതിനിധികൾ ഒക്കെ പോയി കല്യാണം നടത്തി കൊടുക്കുന്നത് അത്ര വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനിടയ്ക്ക് ജനം TV പുതിയ കണ്ടെത്തലുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ശിവൻകുട്ടി മിനിസ്റ്റർ ചെരുപ്പ് ഊരി വെക്കാതെ അമ്പലത്തിൽ കയറിയെന്ന്. ഇവിടെ ഇരുന്ന് ലവ് ജിഹാദ് എന്ന് ന്യൂസ് കൊടുത്താൽ കേരളത്തിലെ ജനങ്ങൾ മൈൻഡ് ചെയ്യില്ല എന്ന് അറിയാം. അതിനാണ് പുതിയ കുത്തിത്തിരിപ്പ് കൊണ്ട് ജനം TV ഇറങ്ങിയത്. പിന്നെ മൊണാലിസ എന്ന പെൺകുട്ടിക്ക് 18 വയസ്സായിട്ടുള്ളൂ, കല്യാണം കഴിക്കാറായില്ല എന്ന് പറയുന്നവരോട് നമ്മുടെ ഇവിടുത്തെ സോഷ്യൽ സ്ട്രക്ചർ നോക്കുമ്പോൾ അത് ശരിയാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ 18 വയസ്സ് കല്യാണപ്രായം തന്നെയാണ്. അവിടെ തന്നെ നിന്നാൽ ആ പെൺകുട്ടിയെ വീട്ടുകാർ ഏതെങ്കിലും ആൾക്കാർക്ക് കെട്ടിച്ചു കൊടുക്കും. 18 വയസ്സിൽ തന്റെ പ്രണയത്തിന് വേണ്ടി ഇത്ര റിസ്ക് എടുക്കുന്ന, വീട് വിട്ട് കേരളത്തിൽ അഭയം തേടിയ ഒരു സെലിബ്രിറ്റി, അതിനെ ഞാൻ മാനിക്കുന്നു. പിന്നെ വിവാഹം എപ്പോൾ വേണമെങ്കിലും മുറിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്, അതൊരു തെറ്റുമല്ല എന്ന് ഇവിടുത്തെ കേരളത്തിൽ ഉള്ളവർക്ക് ഇന്ന് ബോധമുണ്ട്. അതുകൊണ്ട് അവർ ലവ് ജിഹാദിനെ അതിജീവിച്ച് കല്യാണം കഴിച്ചതാണ് ഇന്നത്തെ പ്രധാന കാര്യം. ഇനി ഭാവി ജീവിതം അത് അവർ ചേർന്ന് തീരുമാനിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്.